ഹായ് ഓൾ, വെൽക്കം ടു ജെലോൺ. അപ്പം നമ്മുടെ ബാങ്കിങ്ങിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഗാർണിഷി ഓർഡർ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഗാർണിഷി ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഗാർണിഷി ഓർഡർ, ആരൊക്കെയാണ്, ഏതൊക്കെ പാർട്ടീസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഓരോ പാർട്ടീസിൻ്റെയും എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. The word garnishi has been derived from the French word, not that French word. ചോദിച്ചിട്ടുള്ളതാണ് എന്ത് വേർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാർണിഷി എന്നുള്ളത് ഫ്രഞ്ച് വേർഡാണ്. ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഗാർണിർ എന്നുള്ള വേർഡിൽ നിന്നാണ് ഗാർണിഷി എന്നുള്ള വേർഡ് വന്നത്. ഓക്കെ, അപ്പൊ ഗാർണിർ എന്നുള്ളതിന്റെ മീനിങ് ടു വാൺ ഓർ ടു പ്രിപ്പയർ. കഴിഞ്ഞ കേരള ബാങ്കിന്റെ എക്സാമിന് നമ്മളോട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് ഗാർണിർ എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് വാൺ ഓർ ടു പ്രിപ്പയർ എന്നാണ് ഗാർണിർ എന്നുള്ള വേർഡിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഗാർണിഷി എന്നുള്ള വേർഡ് വന്നത് എന്ത് ലാംഗ്വേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ദെൻ ആ ഫ്രഞ്ച് വേർഡായിട്ടുള്ള എന്ത് വേർഡാണ്? ഗാർണിർ എന്നാണ്. അതിന്റെ അർത്ഥം വരുന്നത് വാൺ അല്ലെങ്കിൽ പ്രിപ്പയർ. ഓക്കെ, ദെൻ ഗാർണിഷി ഓർഡർ എന്താണെന്ന് നോക്കാം. ഗാർണിഷി ഓർഡർ ഈസ് ആൻ ഓർഡർ ഓഫ് ദി കോർട്ട് ടു അറ്റാച്ച് മണി ഓർ ഗുഡ്സ് ബിലോങ്ങിങ് ടു ദ ജഡ്ജ്മെന്റ് ഡെപ്റ്റർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ തേർഡ് പേഴ്സൺ. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ടെക്നിക്കൽ ടേം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ പറയാം എന്താണ് ഈ ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. ഗാർണിഷി ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഡെപ്റ്റർ ആരാണ്, ക്രെഡിറ്റർ ആരാന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പൊ ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കടം വാങ്ങുന്ന ആളാണ് അല്ലെ. ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ പൈസ കടം കൊടുത്ത ആളാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, ബി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. എ ഈസ് ദ ക്രെഡിറ്റർ ആൻഡ് ബി ഈസ് ദി ഡെപ്റ്റർ. ഓക്കെ, അപ്പൊ ബി എയുടെ കയ്യിൽ നിന്ന് ഒരു 50,000 റുപ്പീസ്, ചെറിയൊരു എമൗണ്ട് ആണ് നമ്മൾ പറയുന്നത്, 50,000 റുപ്പീസ് ബി എയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പലതവണ എ ചോദിച്ചിട്ടും എന്ത് ചെയ്തില്ല, ബി തിരിച്ചു കൊടുത്തില്ല. നമുക്കൊരു 5 ലക്ഷം ആക്കാം, എന്നാൽ മാത്രം ഒരു സുഖമുള്ളൂ പറയാനായിട്ട്. ഓക്കെ, അപ്പോ എന്താ പറയാ, ബിയോട് പലതവണ ചോദിച്ചു എന്ത് വാങ്ങിയ പൈസ തിരിച്ചു തരൂന്ന് ചോദിച്ചിട്ട് പലതവണ ചോദിച്ചിട്ട് ബി എന്ത് ചെയ്തില്ല, അതായത് നമ്മുടെ ക്രെഡിറ്റർ എന്ത് ചെയ്തില്ല, പൈസ തിരിച്ചു കൊടുത്തില്ല. ലാസ്റ്റ് എന്ത് ചെയ്യണം, പലതവണ റിക്വസ്റ്റ് ചെയ്തിട്ടും കൊടുക്കാത്ത പക്ഷം എക്ക് എന്ത് ചെയ്യാം, നമുക്ക് കേസ് കൊടുക്കാം. കേസ് കൊടുക്കാന്ന് പറയുമ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടല്ല കേസ് കൊടുക്കേണ്ടത്. എവിടേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിവിൽ കോടതിനെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ സിവിൽ കോടതി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡർ ആണ് എന്ത്, ഗാർണിഷി ഓർഡർ. സോ പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിൽ കോർട്ടാണ്. എപ്പോൾ ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്, ആരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? ക്രെഡിറ്ററുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഗാർണിഷി ഓർഡർ റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്ത് ഓർഡർ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്ററുടെ കയ്യിലുള്ള ക്രെഡിറ്ററുടെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഓർഡർ ആണ്. പക്ഷെ അവിടെ മൂന്നാമതൊരു പാർട്ടി കൂടെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, എ ഗാർണിഷി ഓർഡർ ഈസ് ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദി കോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സിവിൽ കോർട്ടാണ് കേട്ടോ. ഏത് കോടതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ കോടതിയാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇഷ്യൂഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഓർഡർ നമ്പർ 21. ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. ഓർഡർ നമ്പർ 21, റൂൾ 46 ഓഫ് ദി സിവിൽ പ്രൊസീജിയർ കോഡ് 1908. സിവിൽ പ്രൊസീജിയർ കോഡ് 1908 റൂൾ 46 ഓർഡർ നമ്പർ 21 ആയിട്ടാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നും പഠിച്ചു വയ്ക്കാം. സിവിൽ പ്രൊസീജിയർ കോഡ് 1908, റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ 46 ആൻഡ് ഓർഡർ നമ്പർ 21 ആയിട്ടാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് വൺ പാർട്ടീസ്. നമ്മൾ പറഞ്ഞു ഗാർണിഷി ഓർഡറിൽ നേരത്തെ മിസ് 2 പാർട്ടീസിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെപ്റ്റർ ഉണ്ട്, ക്രെഡിറ്റർ ഉണ്ട്, മൂന്നാമതൊരു പാർട്ടിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. ജഡ്ജ്മെന്റ് ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ ദ ഡെപ്പോസിറ്റർ ഹു ഓസ് മണി ടു അനദർ പേഴ്സൺ ഈസ് കോൾഡ് ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. നമ്മൾ അക്കൗണ്ടൻസിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എന്താ, പൈസ കടം വാങ്ങിയ ആൾ അല്ലെങ്കിൽ പൈസ മറ്റൊരാൾക്ക് കടം തിരിച്ചു കൊടുക്കാനുള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജഡ്ജ്മെന്റ് ഡെപ്റ്റർ എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ
ക്രെഡിറ്റർ ആരാ? ക്രെഡിറ്റർ ഈസ് വൺ ഹൂസ് റിക്വസ്റ്റ് ദ ഓർഡർ ഈസ് ഇഷ്യൂഡ്. നമ്മൾ സാധാരണ കേസിൽ അക്കൗണ്ടൻസിയിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പൈസ കടം കൊടുത്ത ആളെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആരുടെ റിക്വസ്റ്റ് പ്രകാരമാണോ ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാർണിഷി ഓർഡറിൽ ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നത്. സെയിം തന്നെയാണ്, പക്ഷെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിക്കണമെന്നേ ഉള്ളൂ. എന്താ പറഞ്ഞത്? ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കടം കൊടുക്കുന്ന ആളാണ്. ഓൾവേസ് എന്തും കൂടെ പറയുന്നുണ്ട്, ക്രെഡിറ്റർ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സിവിൽ കോർട്ടിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഇദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വേർഡ് മാറ്റി കൊടുത്തിട്ടുള്ളത്. ക്രെഡിറ്റർ ഈസ് വൺ ഹൂസ് റിക്വസ്റ്റ് ദ ഓർഡർ ഈസ് ഇഷ്യൂഡ്. ആരുടെ റിക്വസ്റ്റ് പ്രകാരമാണോ ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നത്. ദെൻ തേർഡ് വൺ, നമ്മുടെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിയാണ് ഗാർണിഷി. സാധാരണ കേസിൽ നമ്മുടെ ഗാർണിഷിയിൽ തെറ്റ് വരാറുള്ളത്, ഗാർണിഷി എന്ന് പറയുന്നത് സ്ഥിരം ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ? ആരാണ് ഗാർണിഷി ഓർഡറിൽ ഗാർണിഷി എന്ന് വിളിക്കുന്നത്? എല്ലാവരും പറയുന്നത് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? നമ്മൾ പഠിച്ചു സിവിൽ കോർട്ട് ആണെന്ന് അല്ലേ? അപ്പോൾ പക്ഷെ ഗാർണിഷി എന്ന് പറയുന്നത് ഒരിക്കലും സിവിൽ കോർട്ട് അല്ല, അത് ബാങ്കാണ്. ആരുടെ ബാങ്കാ? ഡെപ്റ്ററുടെ ബാങ്കിനെയാണ് നമ്മൾ ഗാർണിഷി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഡെപ്റ്ററുടെ ബാങ്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാർണിഷി എന്ന് വിളിക്കുന്നത്. ബാങ്ക് ടു ഹൂം ദ ഓർഡർ ഈസ് ഗിവൺ. സോ അപ്പൊ ഡെപ്റ്ററുടെ ബാങ്കിനെയാണ് നമ്മൾ ഗാർണിഷി എന്ന് വിളിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ പറഞ്ഞു സിവിൽ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട്, അതാണ് ഗാർണിഷി ഓർഡർ. ദെൻ ഈ ഉത്തരവ് അല്ലെങ്കിൽ ഓർഡർ ആർക്കാണ് കൊടുക്കുന്നത്? ഒരിക്കലും ഡെപ്റ്റർക്കല്ല. ഡെപ്റ്റർക്കല്ല, ഡെപ്റ്ററുടെ ബാങ്കിലേക്കാണ് നമ്മുടെ സിവിൽ കോടതി ഈ ഓർഡർ ഇടുന്നത്. നമുക്ക് ഒന്നും കൂടെ പറയാം. എ ആരായിരുന്നു? ക്രെഡിറ്റർ ആയിരുന്നു. ബി ഡെപ്റ്റർ ആയിരുന്നു. നമ്മുടെ കട എത്രയായിരുന്നു? 5 ലക്ഷം രൂപയാണ് ബോറോ ചെയ്തിരുന്നത്. ഓക്കെ, പലതവണ ചോദിച്ചിട്ടും എന്ത് ചെയ്തില്ല? ബി കടം കൊടുത്തില്ല. ബിയുടെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബിക്ക് അക്കൗണ്ട് ഉണ്ട്, അവിടെ പൈസ ഉണ്ടെന്ന് പൈസ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ സിവിൽ കോർട്ടിൽ പോയിട്ടുണ്ട്. സിവിൽ കോർട്ടിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്തു. ഓക്കെ, അപ്പൊ സിവിൽ കോർട്ട് ആർക്കാണ് ഓർഡർ കൊടുക്കുന്നത്? നമ്മൾ നോർമലി വിചാരിക്കും ബിക്കാണെന്ന് കൊടുക്കേണ്ടത്. ഒരിക്കലും ബിക്കല്ല. സിവിൽ കോടതി ഓർഡർ കൊടുക്കുന്നത് ബിയുടെ ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് കേസ് ഗാർണിഷി എന്ന് പറയുന്നത് ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മൾ ഗാർണിഷി എന്ന് പറയുന്നത്. അതായത് ഡെപ്റ്റർക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിനെയാണ് നമ്മൾ ഗാർണിഷി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 പാർട്ടീസ് ക്ലിയർ ആയല്ലോ. ഗാർണിഷി ഓർഡറിലെ 3 പാർട്ടീസ്: ജഡ്ജ്മെന്റ് ഡെപ്റ്റർ, ക്രെഡിറ്റർ ആൻഡ് ഗാർണിഷി. ഓക്കെ, ഗാർണിഷി എന്ന് പറയുന്നത് ഡെപ്റ്ററുടെ ബാങ്കാണ്. ക്ലിയർ? അപ്പൊ നമ്മൾ നെക്സ്റ്റ് വൺ നോക്കാനുള്ളത് ഗാർണിഷി ഓർഡർ ഇഷ്യൂഡ് ഇൻ 2 പാർട്സ്. കഴിഞ്ഞ എക്സാമിന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എത്ര പാർട്സ് ആയിട്ടാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? 2 പാർട്സ് ആയിട്ടാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. സിവിൽ കോടതി നമ്മൾ പറഞ്ഞു ഒരു ഓർഡർ പുറപ്പെടുവിക്കും, ദാറ്റ് ഈസ് ഗാർണിഷി ഓർഡർ. പക്ഷെ ഇത് 2 തവണകളായിട്ടാണ്, 2 സ്റ്റെപ്പായിട്ടാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, നമ്മുടെ ക്രെഡിറ്റർ പോയിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോടതി ഇതിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കും. ഡെപ്റ്ററിനെ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പൈസ കൊടുക്കാത്തത്, ഡെപ്റ്ററുടെ ബാങ്ക് ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചിട്ട് ഡെപ്റ്ററുടെ ബാങ്ക് ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും? ഡെപ്റ്ററുടെ ബാങ്കിലേക്ക് ആദ്യത്തെ നോട്ടീസ് അയക്കുന്നു. ആദ്യത്തെ നോട്ടീസിന്റെ പേരാണ് ഓർഡർ നിസ്സി. ആദ്യത്തെ നോട്ടീസ് ഓർഡർ നിസ്സി, അല്ലെങ്കിൽ ആദ്യത്തെ ഓർഡർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓർഡർ നിസ്സി. This is the first order. On receipt of this order, the bank is bound to stop all operations of the debtor's account. അതായത് ഓർഡർ നിസ്സി നമ്മുടെ ബാങ്കിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ഓൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ കൂടി നമുക്ക് സ്റ്റോപ്പ് ഓൾ പേയ്മെന്റ് ആണ്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല, ദാറ്റ് ഈസ് ഡെപ്റ്ററുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഡെപ്റ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
അയാളുടെ അക്കൗണ്ടിൽ നിന്നും യാതൊരുവിധ പേയ്മെന്റുകളോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും പൈസ അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നില്ല. അത് ഓർത്ത് വെക്കാം. സ്റ്റോപ്പ് ഓൾ ഓപ്പറേഷൻസ് എന്ന് നമുക്ക് എന്താ പറയാ എക്സാമിന് വരുന്ന ഓപ്ഷൻസ് അനുസരിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് പേയ്മെന്റ് ആണ്. ദാറ്റ് ഈസ് അപ്പോൾ അയാൾക്ക് അതിൽ നിന്നും വിഡ്രോ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ മറ്റൊരാൾക്ക് പേ ചെയ്യാനോ ഒന്നും പറ്റില്ല. ദാറ്റ് ഈസ് ഓർഡർ നിസ്സി. അപ്പോൾ ആദ്യം തന്നെ ഡെപ്റ്ററുടെ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഓർഡർ നിസ്സി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓർഡർ നിസ്സി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്റ്റർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഡെപ്റ്ററുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. അത് മിസ് പറയാനായിട്ട് കാരണമുണ്ട്, അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓർഡർ അബ്സല്യൂട്ട്. ഓർഡർ അബ്സല്യൂട്ട് രണ്ടാമത്തെ ഓർഡർ ആണ് ഓർഡർ അബ്സല്യൂട്ട്. ആദ്യത്തെ ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് കോടതിക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഓർഡർ absolute. Order absolute എന്ന് പറയുമ്പോൾ on receipt of this the bank has to pay the amount to the court. ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള ഇയാളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്? ഒരിക്കലും ക്രെഡിറ്റർക്കല്ല കൊടുക്കേണ്ടത്, അത് കോടതിയിലല്ലേ ക്രെഡിറ്റർ പോയിട്ട് കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആര്? ഗാർണിഷി. അതായത് ഡെപ്റ്ററുടെ ബാങ്ക് ആയിട്ടുള്ള ഗാർണിഷി അത് കോടതിയിലേക്ക് ആ പൈസ കെട്ടിവെക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ രണ്ട് ഓർഡർ ഏതൊക്കെയാണ്? ഓർഡർ നിസ്സിയും ഓർഡർ അബ്സല്യൂട്ടും. ഓർഡർ നിസ്സി എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റോപ്പ് ഓൾ പേയ്മെന്റ് ആണ്. അപ്പോൾ ഡെപ്റ്ററുടെ അക്കൗണ്ടിലുള്ള യാതൊരുവിധ പൈസയും ട്രാൻസ്ഫർ ചെയ്യാനോ പേയ്മെന്റ്സ് നടത്താനോ പാടില്ല. അത് കഴിഞ്ഞാൽ രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്ന ഓർഡർ ആണ് ഓർഡർ അബ്സല്യൂട്ട്. ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടാമത്തെ ഓർഡർ ആണിത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഡെപ്റ്ററുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഒന്നുകിൽ കോടതിയിൽ കൊണ്ട് കെട്ടും, അല്ലാന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് ഈസ് രണ്ട് പാർട്സ്. ക്ലിയർ ആയല്ലോ? ഗാർണിഷി ഓർഡറിലെ രണ്ട് പാർട്സ്. ഓക്കെ, ഇനി ഗാർണിഷി ഓർഡറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ്. എ ഗാർണിഷി ഓർഡർ ഈസ് യൂഷ്വലി ഒബ്റ്റെയിൻഡ് ബൈ എ ക്രെഡിറ്റർ വെൻ ദ ഡെപ്റ്റ് ഹാസ് ബീൻ അൺപെയ്ഡ് ബൈ ദ ഡെപ്റ്റർ ഓൺ ടൈം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കാം, ഗാർണിഷി ഓർഡർ ആരാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ക്രെഡിറ്റർ ആണ്. നമ്മൾ പലതവണ പറഞ്ഞതാണ് ഗാർണിഷി ഓർഡർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ക്രെഡിറ്റർ ആണ്. എപ്പോഴാണ്? ഇയാളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസ, ഡെപ്റ്റർ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാതെയാവുമ്പോഴാണ് ക്രെഡിറ്റർ ഗാർണിഷി ഓർഡർ obtain ചെയ്യുന്നത്. Then a garnish order applies only to those accounts of judgment debtor which have a credit balance. Okay, എന്താ പറഞ്ഞത്? ഗാർണിഷ് ഓർഡർ എങ്ങനെയുള്ള അക്കൗണ്ടുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ? ഡെപ്റ്ററുടെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ, അയാളുടെ അവിടെ ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഗാർണിഷി ഓർഡർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ലോൺ എടുത്തിട്ടുള്ള പൈസയാണ്. അതായത് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് അപ്ലൈ ചെയ്യില്ല? ഗാർണിഷി ഓർഡർ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. Then a garnish order does not apply to money deposited in the bank subsequent to the issue of the garnish order. ഓക്കെ, ഈ പോയിന്റ് ആണ് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. എന്താണ്? ഗാർണിഷ് ഓർഡർ ഡസ് നോട്ട് അപ്ലൈ ടു മണി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് സബ്സിക്വന്റ് ടു ദി ഇഷ്യൂ ഓഫ് ഗാർണിഷ് ഓർഡർ. ഗാർണിഷ് ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോടതി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം? പൈസ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയാനായിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന പൈസകൾക്കൊന്നും ഗാർണിഷി ഓർഡർ അപ്ലിക്കബിൾ അല്ല. വീണ്ടും നമ്മൾ എക്സാമ്പിളിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ 5 ലക്ഷം രൂപയുടെ കടമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ? 5 ലക്ഷം രൂപയാണ് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇയാളുടെ അക്കൗണ്ടിൽ ഒരു 3 lakhs rupees ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. 3 lakhs rupees ഉണ്ടായിരുന്നുള്ളൂ. ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡെപ്റ്ററുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അത്ര രൂപയിന്മേൽ മാത്രമാണ് ഗാർണിഷ് ഓർഡർ അപ്ലൈ ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് ഗാർണിഷ് ഓർഡർ കോടതി പുറപ്പെടുവിച്ചപ്പോൾ ഇയാളുടെ അക്കൗണ്ടിൽ ആകെ 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ 3 lakhs rupees മാത്രമാണ് ഗാർണിഷ് ഓർഡർ അപ്ലിക്കബിൾ ആവുള്ളൂ. ദെൻ ഫ്യൂച്ചർ ആയിട്ട് ഈ ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് 1 week കഴിഞ്ഞപ്പോൾ ഒരു 50,000 rupees കൂടെ വന്നു. ഓക്കെ,
കടം കൊടുക്കാനുള്ള പൈസ 5 ലക്ഷം രൂപയാണ്, പക്ഷെ 3 ലക്ഷം രൂപ ഇയാളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ പിന്നീടാണ് ഒരു 50,000 രൂപയും കൂടെ വന്നത്. പക്ഷേ ഈ ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടല്ലേ ഇത് വന്നത്. ഈ 50,000 രൂപയിന്മേലെ എന്ത് അപ്ലിക്കബിൾ അല്ല, നമ്മുടെ ഗാർണിഷ് ഓർഡർ അപ്ലിക്കബിൾ അല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. നോക്കൂ, ഗാർണിഷ് ഓർഡർ ഡസ് നോട്ട് അപ്ലൈ ടു മണി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് സബ്സിക്വന്റ് ടു ദ ഇഷ്യൂ ഓഫ് ഗാർണിഷ് ഓർഡർ. പലതവണ 2-3 തവണ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസകൾക്കൊന്നും എന്ത് അപ്ലിക്കബിൾ അല്ല, ഗാർണിഷ് ഓർഡർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, the next one, this order does not apply to unlimited portion of the overdraft or cash credit. next point പറയാനുള്ളത് ഓവർഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ്. നമുക്കറിയാവുന്നല്ലേ എന്താണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ഓവർഡ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മൾ ഒരാളുടെ അക്കൗണ്ടിൽ 1 lakhs rupees ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്താണ് ഓരോരുത്തർക്കും ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി അലൗ ചെയ്യുന്നുണ്ട്. ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി അലൗ ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ. നമുക്ക് മെയിൻ ആയിട്ട് 4 തരത്തിലുള്ള അക്കൗണ്ട് അല്ലേ പഠിക്കാനുള്ളത്. അതിൽ ഏത് മെയിൻ ആയിട്ട് കേട്ടോ പല അക്കൗണ്ടുകൾ ഉണ്ട്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 അക്കൗണ്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി അലൗ ചെയ്തിട്ടുള്ള ഒരേ ഒരു അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യുന്നതിനെയാണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ്. എനിവേ എന്ത് തന്നെയായാലും നമ്മൾ ലോൺ എടുത്തു, ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ഈ 5 ലക്ഷം രൂപയിൽ എന്ത് ചെയ്തിട്ടില്ല, മുഴുവനായിട്ട് നമ്മൾ വിഡ്രോ ചെയ്തിട്ടില്ല. എന്ത് തന്നെയായാലും ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എമൗണ്ട് നമുക്ക് കയ്യിലേക്ക് തരില്ല അല്ലേ. നമ്മുടെ അക്കൗണ്ടിൽ ഒരു ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ടിലേക്കാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാങ്ക്. ഓക്കെ, ഈ 5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ 2 ലക്ഷം രൂപയെ വിഡ്രോ ചെയ്തിട്ടുള്ളൂ. ഞാൻ ലോൺ എടുത്ത എമൗണ്ട് 5 ലക്ഷം രൂപയാണ്, അത് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, 2 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്, ബാക്കി 3 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പൈസ ഇന്മേൽ എന്ത് അപ്ലിക്കബിൾ അല്ല, ഗാർണിഷ് ഓർഡർ അപ്ലിക്കബിൾ അല്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. എന്താണ്, ഡെപ്റ്റർ ലോൺ എടുത്തിട്ടുള്ള പൈസയാണ് ഇയാളുടെ അക്കൗണ്ടിൽ കിടക്കുന്നത്. ലോൺ എടുത്തിട്ട് മുഴുവനായിട്ട് വിഡ്രോ ചെയ്യാതെ അവിടെ കിടക്കുന്ന പൈസയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ ഇന്മേൽ ഗാർണിഷ് ഓർഡർ അപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആയില്ലേ? ദ നെക്സ്റ്റ് വൺ, then difference between garnish order and attachment order. നമ്മൾ ഗാർണിഷ് ഓർഡർ അറ്റാച്ച്മെന്റ് ഓർഡർ നമുക്ക് പിന്നീട് പഠിക്കാനുള്ളതാണ്, എങ്കിലും നമുക്ക് കാര്യം നോക്കാം. ഗാർണിഷ് ഓർഡർ ഈസ് യൂഷ്വലി ഈസ് ഇഷ്യൂഡ് ബൈ സിവിൽ കോർട്ട്, ബട്ട് അറ്റാച്ച്മെന്റ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. സാധാരണ കേസിൽ ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, സിവിൽ കോർട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അറ്റാച്ച്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. Then in garnishee order banker is called garnishee. Garnishee orderൽ നമ്മൾ ബാങ്കിനെ വിളിക്കുന്നത് എന്താണ്, garnishee എന്നാണ് വിളിക്കുന്നത്. But in the case of attachment order banker is called assessee's debtor. Attachment orderൽ assessee എന്ന് പറയുന്നത് ആരെയാണ്, ആരുടെ ടാക്സ് ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ അസസി എന്ന് വിളിക്കുന്നത്. അസസീസിന്റെ ഡെപ്റ്ററിനെയാണ് നമ്മൾ എന്ത്, assessee's debtor എന്നാണ് ബാങ്കിനെ വിളിക്കുന്നത്. Then in garnishee order depositor is called judgment debtor. നമ്മൾ പറഞ്ഞതാണ് എന്താണ്, ഡെപ്പോസിറ്ററെ നമ്മൾ ജഡ്ജ്മെന്റ് ഡെപ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ബട്ട് ഇൻ അറ്റാച്ച്മെന്റ് ഓർഡർ ഡെപ്പോസിറ്റർ ഈസ് കോൾഡ് അസസി. അറ്റാച്ച്മെന്റ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്ററിനെ നമ്മൾ അസസി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, the amount to be paid or may or may not be specified in garnishee order, but in attachment order it is clearly mentioned. That is, നമ്മൾ ഗാർണിഷ് ഓർഡർ കോടതി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇത്ര എമൗണ്ട് പേ ചെയ്യണം എന്ന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്ററുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് എന്നുള്ളത് ആർക്കും ഉറപ്പില്ല, കോടതിക്ക് ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എമൗണ്ട് സ്പെസിഫൈ ചെയ്യണം എന്നുള്ളത് എവിടെ നിർബന്ധമില്ല, ഗാർണിഷ് ഓർഡറിൽ നിർബന്ധമില്ല. പക്ഷേ അറ്റാച്ച്മെന്റ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റാച്ച്മെന്റ് ഓർഡറിൽ അത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ,
Garnishee order is applicable only to the current balance in the account, but in the case of attachment order, it is also applicable to future deposit. നമ്മൾ പറഞ്ഞതാണ് ഗാർണിഷി ഓർഡർ എന്താണ്, അയാളുടെ അക്കൗണ്ടിൽ ഡെപ്റ്ററുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അതിന്മേൽ മാത്രമാണ് ഗാർണിഷി ഓർഡർ അപ്ലിക്കബിൾ ആവുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് അറ്റാച്ച്മെന്റ് ഓർഡർ ഫ്യൂച്ചറിൽ വരെ എത്ര രൂപ കൊടുത്ത് തീർക്കാനുണ്ടോ അത്രയും പൈസ അയാളുടെ അക്കൗണ്ടിൽ വരുന്നത് വരെ എന്ത് അപ്ലിക്കബിൾ ആണ്, അറ്റാച്ച്മെന്റ് ഓർഡർ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, then garnish order is issued in നമ്മൾ നേരത്തെ പറഞ്ഞാണ് എന്ത് order number 21 rule 46 of civil procedure, but attachment order is mentioned in, but attachment order mention ചെയ്തിരിക്കുന്നത് section 226 226 subsection 3 of income tax act 1961. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗാർണിഷി ഓർഡറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.